എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മനുവും അതുപോലെ തന്നെ രാഹുലും കൂടി സരയുടെ ജീവിതത്തിൽ നിന്നും മനോഹരൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള കാര്യം സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. എടോ, താൻ എന്തറിഞ്ഞിട്ടാ എൻ്റെ അടുത്ത് ഈ സംസാരിക്കുന്നത്? ഞാൻ ഇതുവരെ എനിക്ക് ജനിച്ചിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളുടെയും മുഖം കണ്ടിട്ടേ ഇല്ല. പിന്നെ താൻ എന്താ കരുതി വെച്ചിരിക്കുന്നത്? എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പൊയ്ക്കോളാം എന്നുള്ള കാര്യം അവൻ അവിടെ വെച്ച് സമ്മതിക്കുക. അപ്പോൾ രാഹുലാണെങ്കിലോ, നീ ഇങ്ങനെയൊക്കെ പൈസ ചോദിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. നീയും ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കയ്യിൽ ഇപ്പം പഴയതുപോലെ പൈസയൊന്നും ഇല്ല. അറിയാലോ, പെങ്ങളെ പറ്റിച്ചും പെങ്ങളുടെ കാരുണ്യത്തിലും ഒക്കെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ പെങ്ങളുടെ മകനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നിരുന്നതും. അവനിലൂടെ ഈ സ്വത്തുക്കളൊക്കെ എന്നിലേക്ക് എത്തിക്കാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് കിരണും കല്യാണിയും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു. എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് നിന്നെ പോലെയുള്ള ഒരുത്തൻ വന്നു കയറുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ നോക്കാം, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പണം നൽകാം എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ രാഹുൽ പറയാണ്. അപ്പോഴത്തേക്കിനും മനോഹരൻ പറഞ്ഞു, അല്ലടോ, തൻ്റെ പ്ലാൻ എന്താണ്? എന്നെ പണം തന്നൊതുക്കിയിട്ട് ഈ സരയൂനെയും കുഞ്ഞിനെയും എന്ത് കാണിക്കാനാ പ്ലാൻ? എൻ്റെ മോളെ ഞാൻ പഴയതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ പൊന്നുപോലെ തന്നെ നോക്കും. പിന്നെ നീ അവിടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കിരണുമായിട്ടുള്ള വിവാഹം നടത്തും. അങ്ങനെ ഞാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആ കുഞ്ഞുണ്ടല്ലോ, നിൻ്റെ കുഞ്ഞ്, എടോ, എൻ്റെ കുഞ്ഞെന്നൊന്നും പറയണ്ട. എനിക്ക് അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ല. ഞാൻ ഇതുവരെ ഒരു കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞായിട്ട് കണ്ടിട്ടില്ല. ഭാര്യമാർക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അത് അവളുമാർ വളർത്തിക്കോളും. എനിക്ക് അങ്ങനെയുള്ള ഒരു വിഷമോ ഒന്നുമില്ല. തനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന കാര്യത്തിൽ നമ്മുടെ മനുവിന് യാതൊരു എതിർപ്പും ഇല്ല എന്നാണ് മനു രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനോഹരൻ പറഞ്ഞ രീതി അനുസരിച്ച് രാഹുൽ ആ ഒരു തീരുമാനം എടുക്കുകയാണ്. ഡോക്ടറിൻ്റെ അടുത്തേക്ക് നേരെ ചെന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ചില ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുക. ഡോക്ടറിനെ നമ്മുടെ രൂപയും കിരണും ഒക്കെ ചെന്ന് കാണുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് കിരൺ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഡോക്ടറെ, ഇവിടെ കിടക്കുന്ന സരയു എൻ്റെ കസിനാണ്. പിന്നെ എൻ്റെ അമ്മയെ ഡോക്ടറിന് പരിചയമുണ്ടല്ലോ. അങ്ങനെ രൂപ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. എൻ്റെ ആങ്ങള ഡോക്ടറിനോട് എന്തെങ്കിലും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അയാൾ എന്നോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഡോക്ടർ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു. ആ കുഞ്ഞിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ ഉള്ളതാണോന്നും തനിക്കറിയത്തില്ല എന്ന് പറയുമ്പം, ഡോക്ടറെ, സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു കുഞ്ഞു ജീവനാണ്. ആ കുഞ്ഞു ജീവൻ ഒരു കാരണവശാലും ഡോക്ടർ കൊല്ലരുത്. ആ കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിച്ചേക്ക് എന്നുള്ള കാര്യം കിരണും രൂപയും ചേർന്ന് അവരവിടെ സംസാരിക്കുക. അപ്പോൾ ഡോക്ടറാണെങ്കിലോ, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ആർക്കെങ്കിലും ആ കുഞ്ഞിനെ കൊടുക്കാമെന്ന് തന്നെ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാളോട് കുഞ്ഞു മരിച്ചു പോയെന്ന് തന്നെ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ രൂപ സംസാരിച്ചതനുസരിച്ച് രൂപയുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഈ ഡോക്ടർ ആ ഡീലിന് സമ്മതിക്കുക. ഇതൊന്നും അറിയാതെ ബഗാസുരൻ നേരെ പോയി ഡോക്ടറിനെ കാണുക. അപ്പോൾ ഡോക്ടറാണെങ്കിലോ, തൻ്റെ പെങ്ങളും അവരുടെ മോനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുക. അല്ല ഡോക്ടറെ, അവർ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടറോട് സംസാരിച്ചോ? സരയുവിൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ സരയുവിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. പക്ഷേ ഇതിപ്പം ഇന്ന് തന്നെ ഡെലിവറി നടക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞപ്പം അവരാ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇവിടുന്ന് പോവുക ചെയ്തതെന്ന് കൂടി ഡോക്ടർ പറയുക. അപ്പോഴത്തേക്കിനും രാഹുലിന് സമാധാനമായി. ഇനിയിപ്പം കുഞ്ഞിൻ്റെ കാര്യം ഡോക്ടറിനോട് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കണമെന്നും പറഞ്ഞു. അതിന് ശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനു ലേബർ റൂമിന് വെളിയിൽ നിൽക്കുന്ന ശാരി ആശ്വസിപ്പിക്കുകയാണ്. അമ്മ വിഷമിക്കൊന്നും വേണ്ടമ്മ, സരയുവിന് സുഖപ്രസവം തന്നെ നടക്കും. എൻ്റെ മോൾക്കും കുഞ്ഞിനും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉള്ള കള്ളത്തരം മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്കിനും ശാരിയാണെങ്കിലോ, ഞാനും പ്രാർത്ഥനയോട് കൂടിയ തന്നെയാണ് മോനെ നിൽക്കുന്നത്. നടക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തം മകള് ലേബർ റൂമിലായിട്ട് പോലും ഒരു ടെൻഷനും ഇല്ലാതെ ഇയാളെയൊക്കെ അച്ഛനെന്ന് വിളിക്കാൻ പറ്റുമോ? എൻ്റെ മോനെ, ഞാനുണ്ടല്ലോ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയം അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ വരികയാണ്.
പുള്ളിക്കാരി വന്നിട്ട് അതെ സരയു പ്രസവിച്ചു. ആ ഡോക്ടർ കൊച്ച് എന്താണെന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് ശാരി വളരെ സന്തോഷത്തിൽ ചെല്ലുകയാണ്. ആ സമയത്താണ് അവര് ആ ഞെട്ടിക്കുന്ന രഹസ്യം പറയുന്നത്. കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള കാര്യം, കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ മനോഹരൻ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. അവൻ നമ്മുടെ രാഹുലിനെ നോക്കുകയാണ്. താൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ അങ്ങ് ചെയ്തല്ലോടോ എന്നുള്ള രീതിയിൽ. അയ്യോ കുഞ്ഞിൻ്റെ നഷ്ടപ്പെട്ട വിവരം എൻ്റെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതവൾക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ശാരിയാണെങ്കിൽ ഒരേ കരച്ചിൽ കരയുന്നതും മനുവും അതുപോലെ തന്നെ ബഗാസുരനും ചേർന്ന് ശാരിയെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെയാണ്. ഈ സമയം നമ്മുടെ സരയു ചെറിയൊരു മയക്കത്തിലാണ്. സരയുൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിയും ചേർന്ന് ആ കുഞ്ഞിനെ സേഫ് ആക്കിയിരിക്കുന്നതും ഒക്കെ കാണിക്കുക. എന്തായാലും കാത്തിരുന്ന് കാണാം. ഫുൾ വിശേഷമായിട്ട് രാവിലെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.